ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഈ തൃശ്ശൂർ പൂരവും പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയോ ലൈഫിൽ ഇങ്ങനെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ കേട്ടോ. ഈ പൂരത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു +1 +2 പിന്നെ കോളേജ് പഠിക്കുന്ന ആ സമയത്തൊക്കെയാണ് കേട്ടോ ഏറ്റവും നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നത്. ഈ പൂരം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മാസമൊക്കെ മുമ്പായിട്ട് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഇതിൻ്റെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യും. അതായത് ഒരു വലിയ ഏരിയയിൽ അവർ സ്റ്റോളും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നടത്തുന്ന എക്സിബിഷൻസാണ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും ഇതിന്. അപ്പോൾ നമ്മൾ ഈ വലിയ ക്യൂവിൻ്റെ ഇടയിൽ തിക്കിയും തിരക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ എക്സിബിഷനൊക്കെ കാണാനായിട്ട് പോവുക. അപ്പോൾ ഇതൊരു എന്താ പറയുക, എൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒരു പതിവ് പരിപാടിയിൽ ഒന്നാന്ന് തന്നെ പറയാം. കാരണം നല്ല രസം, നമ്മളിങ്ങനെ സ്റ്റോളിലൊക്കെ കയറി ഇറങ്ങി ഇറങ്ങി പോകുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ഉണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആകാശത്തോണി, അങ്ങനെ യന്ത്രൂഞ്ഞാൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഈ ആകാശ ഊഞ്ഞാലിൽ എനിക്ക് കയറണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു 100 ഇരട്ടി പേടി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പോകണമെന്നുണ്ട് പോകണ്ടാന്നുണ്ട്, അങ്ങനെ ഞാൻ നിൽക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, ദീപ്തി എന്ന് പറഞ്ഞിട്ട്, ഒരു ആലത്തൂരുകാരി. അവളെടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് ആഗ്രഹമുണ്ട്, കയറി ചേച്ചി, ഞാനും ഉണ്ട് ചേച്ചി, ചേച്ചീൻ്റെ കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുക. പോ ചേച്ചി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ഒരു പേടി. അപ്പം വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു മറ്റംകാരി സിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തുടടി പൂരല്ലേ, നമുക്ക് കയറാൻ അങ്ങട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡയലോഗിൽ ഞാനങ്ങോട്ട് വീണു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി കയറാം. അങ്ങനെ ഞങ്ങളങ്ങോട്ട് കയറി കുറച്ച് കഴിഞ്ഞില്ല, ഇതിൻ്റെ സ്പീഡൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ ദീപ്തി കിടന്ന് കരച്ചിലായി, ബഹളമായി. അവൾക്ക് തല കറങ്ങിയിട്ട് വയ്യ, ഛർദ്ദിക്കാൻ വയ്യ, കരച്ചിലോടെ കരച്ചിൽ. ആ സമയത്ത് എൻ്റെ ഒരു അവസ്ഥ, ഞാൻ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ യന്ത്രഊഞ്ഞാൽ കാണുമ്പോൾ അവളുടെ അന്നത്തെ ആ കരച്ചിലും ബഹളവും ഇപ്പോഴും എനിക്ക് ഓർമ്മ വരും. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ തല കറങ്ങുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനിപ്പം വീഴുന്നും പറഞ്ഞ്. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ അതൊക്കെയായിട്ട് ശരിക്കും ലൈഫിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ.